الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിട്ടിട്ടും നമ്മുടെ നാട് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അതിൽ നിന്ന് കരകയറാൻ നമുക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഉത്തരവാദിത്ത ബോധവും ജനാധിപത്യത്തിലുള്ള വിശ്വാസവും നമ്മുടെ അടയാളങ്ങളാണ്. SYSകാരായ നമ്മൾ നിരന്തരം ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയുമാണ്. രാഷ്ട്രം എല്ലാ നിലക്കും വികസിതമായിരിക്കുക എന്നതാണ് നമ്മുടെ എക്കാലത്തെയും സ്വപ്നം. രാഷ്ട്രം വികസിക്കണമെങ്കിൽ, നമ്മുടെ നാട് ഒരു വികസിത രാഷ്ട്രമാകണമെങ്കിൽ തീർച്ചയായും ധാരാളം ഘടകങ്ങൾ ഒത്തിണങ്ങേണ്ടിയിരിക്കുന്നു. അതിൽ വളരെ പ്രധാനമായത് സാമ്പത്തിക അഭിവൃദ്ധിയും വികസനവും തന്നെയാണ്. ഇന്ന് കാണുന്ന മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളും ഇല്ലായ്മ ചെയ്ത് സുസ്ഥിരവും സന്തോഷകരവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നമ്മെക്കൊണ്ടാകുന്നതെല്ലാം നാം ചെയ്യുന്നുണ്ട്. നാം അങ്ങനെ ചെയ്തേ പറ്റൂ. അതേസമയം രാഷ്ട്രത്തെ നയിക്കുന്നവർ ഇത്തരം പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന വിഷമം ഇവിടെ പങ്കുവെക്കാതെ വയ്യ. ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അനുദിനം തകർക്കാനാണ് ഭരണകൂടവും ഉത്തരവാദിത്തപ്പെട്ടവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നത് വളരെ വിഷമകരവും തീർച്ചയായും തിരുത്തപ്പെടേണ്ടതുമാണ്. SYSൻ്റെ ഈ സ്വാതന്ത്ര്യദിന മഹാറാലി അത്തരം തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതിൽ നാം ആത്മാഭിമാനം കൊള്ളുന്നതോടൊപ്പം തീർച്ചയായും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. ഇന്ത്യ മഹാരാജ്യം വളരെ ഭീതിതമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും മുന്നോട്ടു പോകും തോറും ഈ ഭീതിതാവസ്ഥ വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. ഇന്ത്യയിലെ 15-നും 29-നും ഇടയിൽ പ്രായമുള്ള 30% പൗരന്മാരും ഇന്ന് തൊഴിൽ രഹിതരാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇപ്പോഴും വളരെ വലിയ വിഷമസന്ധിയിലാണ്. ഇന്ത്യയിൽ 50% സ്ത്രീകളും അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരാണെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നാം പറയേണ്ടതുമില്ല. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഏറ്റവും ശുഷ്കിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളുടെ 40% നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള റോഡുകളോ മറ്റു സംവിധാനങ്ങളോ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്കും നമുക്കില്ല. നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ വില ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുകയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ഒരടിസ്ഥാനവുമില്ലാതെ ബാങ്കുകൾ പലിശാധിഷ്ഠിത ലോണുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ബാങ്കും എത്രയും ലോൺ അനുവദിക്കാൻ തയ്യാറാകുന്ന, ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന, അങ്ങനെ ജനങ്ങളെ പരമാവധി കടക്കാരാക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അമിതമായ ലോണുകളാണ് ലോകത്തെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുള്ളതെന്ന വസ്തുത നമ്മുടെ ഭരണകൂടം മനഃപൂർവ്വം മറക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പാവങ്ങളെ കൂടുതൽ പാവങ്ങളും മുതലാളിമാരെ വീണ്ടും മുതലാളിമാരുമാക്കുന്ന ഈ സംവിധാനം അവസാനിപ്പിക്കാൻ ഓരോ പൗരനും രാഷ്ട്രീയ നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. നാം സാമ്പത്തികമായി മുന്നേറി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ മുന്നേറ്റവും പണക്കാർക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ എല്ലാ കണക്കുകളും പണക്കാരെ തൃപ്തിപ്പെടുത്താനുള്ളതുമാണ്. ഇപ്പോഴും ഇന്ത്യയിലെ 80 ലക്ഷം വീടുകളിൽ വൈദ്യുതിയില്ല. ഇന്ത്യയിലെ 33% ജനങ്ങൾ, അഥവാ 1/3 ജനങ്ങൾ ഒരു ദിവസം $1 പോലും ജീവിക്കാൻ ലഭിക്കാത്തവരാണ് എന്ന് പറയുമ്പോഴാണ് ഈ അസമത്വത്തിൻ്റെ ആഴം മനസ്സിലാവുക. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ 10 പേരുടെ സമ്പത്ത് രാജ്യത്തെ മൊത്തം 1/3 ജനങ്ങളുടെ സമ്പത്തിന് തുല്യമാണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് കൃഷിയുടെ സംഭാവന 18% നമ്മുടെ ജനങ്ങളിലെ പകുതിയിലധികം ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ജോലി കൃഷിയാണ്. അഥവാ മഹാഭൂരിപക്ഷം കർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിൽ ഓരോ ദിവസവും 10-ലധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അഥവാ 12,000 കർഷകർ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന നാടാണ് നമ്മുടെ രാഷ്ട്രം. വർഷം കൂടുന്തോറും ഈ കണക്കുകൾ കൂടി വരികയാണ്. ഇതെല്ലാം ഔദ്യോഗിക കണക്കുകൾ പ്രകാരവുമാണ്. അനൗദ്യോഗിക കണക്കുകളും മരണകാരണം വ്യക്തമാകാത്തതും മറച്ചു വെക്കുന്നതും ഇതിലും എത്രയോ ഭീതിതമായിരിക്കും. എണ്ണവില ഓരോ ദിവസവും വർദ്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് നമ്മുടെ അധികൃതർ. ഓരോ വർഷവും GDP കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണപ്പെരുപ്പവും സാധനങ്ങളുടെ വിലവർധനവും എക്കാലത്തെയും റെക്കോർഡിലാണെന്ന് നാം അനുഭവിച്ചറിയുന്നു. അവശ്യവസ്തുക്കളുടെ GST പോലും ക്രമാതീതമായി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ നടുവൊടുക്കുകയാണ് നമ്മുടെ ഭരണകൂടം.
$620.7 ബില്യൺ വിദേശ കടമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത എത്രയാണ്. ഇതിനുള്ള പലിശയും പുറമെ വേറെ വാങ്ങുന്ന കടവും നമ്മുടെ നടുവൊടിക്കുന്നു. ഇവിടെയാണ് ശ്രീലങ്കയിലുണ്ടായ അപകടം നാം മനസ്സിലാക്കേണ്ടത്. ഓരോ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനും ആ രാഷ്ട്രം വിദേശ കടമെടുത്തു. അവസാനം സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. ഇന്ത്യക്ക് ഇപ്പോൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും നാം പൗരന്മാർ ഭയപ്പെടണം. ഇവിടെ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ അധികം വിദൂരത്തല്ല. ഇത്തരം 100 കൂട്ടം പ്രതിസന്ധികൾക്കിടയിലാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്നത്. അഥവാ ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ്. പട്ടിണിയിൽ നിന്ന്, തൊഴിലില്ലായ്മയിൽ നിന്ന്, അസമത്വത്തിൽ നിന്ന്, വിലവർധനവിൽ നിന്ന്, ഇങ്ങനെ 100 കൂട്ടം അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നാം കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണം. നാം കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നമ്മെപ്പോലെ സ്വാതന്ത്ര്യം കിട്ടിയ രാഷ്ട്രങ്ങളൊക്കെ ലോകത്ത് വൻ സാമ്പത്തിക അഭിവൃദ്ധി നേടിയത് നമുക്കറിയാം. മുഴുവൻ തെറ്റായ നയങ്ങളും തിരുത്തി ഭരണകൂടവും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഓരോ പൗരനും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥയാകുകയുള്ളൂ. ആദ്യമായി തന്നെ നാം ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാവണം. മതത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ജാതിയുടെ പേരിലോ നമ്മെ ആര് വെട്ടിമുറിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ നാടിൻ്റെ വികസനത്തെ സാരമായി ബാധിക്കും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരം പ്രവണതകൾ സർവോപരി ഭരണവർഗത്തിൻ്റെ അടുത്തു നിന്ന് കണ്ടുവരുന്ന വളരെ വിഷമകരമായ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തീർച്ചയായും സർക്കാരും ജനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ജനങ്ങളെ വെട്ടിമുറക്കുന്ന പ്രവണത മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ വികസനം ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കും. സമ്പത്ത് ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കാൻ സഹായകമാകുന്ന നിയമങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ നാട് സ്വീകരിച്ചു വരുന്നത്. വ്യക്തികളോടുള്ള കടപ്പാടിന് പകരം രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരോടും രാഷ്ട്രത്തോടുമുള്ള കടപ്പാടായിരിക്കണം അധികാരി വർഗത്തെ പ്രത്യേകിച്ചും നയിക്കേണ്ടത്. മുതലാളിമാർ പറയുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം പാവങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക വ്യവസ്ഥ നിലവിൽ വരുത്തിയേ പറ്റൂ. വിദേശ നിക്ഷേപങ്ങളുടെ തോത് ഗണ്യമായി കൂടിയേ പറ്റൂ. ഇതിന് പലിശ രഹിത സംവിധാനം നടപ്പാക്കണം. ലോകത്ത് ഒട്ടുമിക്ക വികസിത രാഷ്ട്രങ്ങളും പലിശരഹിത സംവിധാനമായ ഇസ്ലാമിക് ഫൈനാൻസ് നിലവിലുണ്ട്. പക്ഷേ ചില താല്പര്യങ്ങൾ മാത്രം ഭരിക്കുന്ന നമ്മുടെ സർക്കാരിന് ഈ സംവിധാനം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയില്ല. പലിശ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ജനതയാണ് ലോകത്തിലെ 1/4 ജനങ്ങളും. ഈ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകാൻ തീർച്ചയായും സർക്കാർ വിചാരിച്ചാൽ നടക്കും. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ബാങ്കുമായി സുതാര്യമായി ഇടപഴകാനും ഈ സംവിധാനം വഴി സാധ്യമാണ്. ചെലവ് ചുരുക്കുക എന്ന പേരിൽ ധൂർത്തൊഴിവാക്കുന്നതിന് പകരം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സബ്സിഡികളും മറ്റും വെട്ടിക്കുറിച്ച് പാവങ്ങളുടെ മുതുകൊടിക്കുന്ന അവസ്ഥയാണ് ഇന്ന് വ്യാപകമായി സ്വീകരിച്ചു വരുന്നത്. തീർച്ചയായും ഇത് പാവങ്ങളെ മാത്രമല്ല ബാധിക്കുക, ജനങ്ങളുടെ മനോനിലയെയും മൊത്തം സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. അതാണ് ഇന്ന് നാം ഇന്ത്യയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ പോലെ ഗ്രാമീണ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികൾ ധാരാളമായി നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ ഗ്രാമീണ മേഖലകളിലെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവയെല്ലാം സർക്കാർ ഏറ്റെടുക്കണം. ഇതോടൊപ്പം ഇന്ത്യയെ ഒരു സുരക്ഷിത രാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ വേണം. ആർക്കും എപ്പോഴും സുരക്ഷിതമായി നടക്കാനാകുന്ന രാഷ്ട്രമാകണം നമ്മുടെ രാഷ്ട്രം. എങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ടൂറിസം വളരുകയുള്ളൂ. ടൂറിസത്തിലൂടെ ജനലക്ഷങ്ങൾക്ക് ജോലി നൽകാനാകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രമെന്ന ബോധ്യം നമുക്ക് വേണം. ഉപരിതല പശ്ചാത്തല സൗകര്യങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണം. രാജ്യത്തെ റോഡുകൾ, റെയിൽവേകൾ എല്ലാം നവീകരിക്കുകയും പുതിയവ നിർമ്മിക്കുകയും വേണം. ഇതിനെല്ലാം പാവങ്ങളുടെ മേൽ അധിക നികുതി ഭാരം ചുമത്താതെ സമ്പന്നരുടെ നികുതികൾ വേണ്ടത്ര ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്. സമ്പന്നർ രക്ഷപ്പെടുന്ന ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാത്ത കാലത്തോളം ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തിന് രക്ഷപ്പെടാനാവില്ല. ചുരുക്കത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നാം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുമുണ്ട്. പരിഹാരങ്ങൾ ആത്മാർത്ഥമായി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയാണ് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് വേണ്ടത്. കൂടാതെ നാം പൗരന്മാരെന്ന നിലയിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം. ധൂർത്തും അമിത ഉപയോഗവും നാം അവസാനിപ്പിക്കണം. അലസത ഉപേക്ഷിച്ച് നിരന്തരം അധ്വാനിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും വേണം. അത് നമ്മെ മാത്രമല്ല വളർത്തുക, നമ്മുടെ രാഷ്ട്രത്തെ കൂടി വളർത്തും. SYSന്റെ ഈ മഹാറാലി അതിനുള്ള ഒരു നിമിത്തമാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.